ന്യൂസ് ബുള്ളറ്റിൻ പ്രധാന വാർത്തകൾ. അതിപ്രധാന തലക്കെട്ടുകൾ. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനം രാജ്യത്തെ വ്യോമഗതാഗതത്തെ ബാധിച്ചു. നിരവധി സർവീസുകൾ റദ്ദാക്കി. അയോധ്യ രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങ് ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS മേധാവി മോഹൻ ഭാഗവത്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് ആരംഭിച്ചത്. കോഴിക്കോട് SIR പരിഷ്കരണത്തിന് ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ സ്കൂൾ വിദ്യാർത്ഥികളെ വിട്ടു നൽകണമെന്ന് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകി തഹസിൽദാർ. വാർത്തകൾ വിശദമായി. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനം രാജ്യത്തെ വ്യോമഗതാഗതത്തെ ബാധിച്ചു. നിരവധി സർവീസുകൾ റദ്ദാക്കി. ഒട്ടേറെ വിമാനങ്ങൾ വൈകി. ചാരവും പുകയും ഇന്ത്യൻ നഗരങ്ങൾക്ക് മുകളിൽ എത്തിയേക്കും. ജാഗ്രത പാലിക്കാൻ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം. ഡൽഹിയിൽ നിലവിൽ വളരെ പുക മൂടിയ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ അഗ്നിപർവ്വതത്തിന്റെ പുകയും ഡൽഹിയിലേക്ക് എത്തും എന്നൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. എന്തായാലും മണിക്കൂറിൽ 120 മുതൽ 130 വരെ വേഗതയിലാകും ഈ പുക സഞ്ചരിക്കുക. ഏറെ കാലമായി നിർജീവമായിരുന്ന അഗ്നിപർവ്വതമാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1200 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഗാലി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. അഗ്നിപർവ്വതം പൊട്ടിയതിൽ ഒമാനിൽ വഴിയായിരിക്കും ഈ കരിമേഘങ്ങളും മറ്റും ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നൊരു മുന്നറിയിപ്പും ലഭിച്ചിട്ടുണ്ട്. ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഉണ്ടായ ചാരം ഉത്തരേന്ത്യൻ നഗരങ്ങളിലേക്കെല്ലാം എത്തും എന്നൊരു സൂചനയുണ്ട്. മുംബൈ, മേഘാലയ, ഡൽഹി, രാജസ്ഥാൻ, ഹരിയാന എന്നിവിടങ്ങളിലൊക്കെ തന്നെ ഈ ചാരം എത്തും എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒപ്പം പല വിമാന സർവീസുകളും ഇതിനോടകം തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട്. വിമാന സർവീസുകൾക്ക് ഇതിനോടകം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലയിടത്തും നിരീക്ഷണങ്ങൾ തുടരുകയാണ്. അയോധ്യ രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങ് ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS മേധാവി മോഹൻ ഭാഗവത്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് ആരംഭിച്ചത്. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിന്റെ ഭാഗമായാണ് ആചാരപരമായ പതാക ഉയർത്തൽ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുന്നത്. അയോധ്യ രാമക്ഷേത്രം പൂർത്തീകരിച്ചതിന്റെ ഒരു അടയാളമായിട്ടാണ് ധ്വജാരോഹണ ചടങ്ങ് മുഹൂർത്തം നോക്കിയാണ് ഇപ്പോൾ നടത്തിയത്. ഒപ്പം ഇതിനു മുൻപ് നിരവധി പൂജകളും ഉണ്ടായിരുന്നു. രാവിലെ 10 മണിക്കാണ് പ്രധാനമന്ത്രി അയോധ്യയിൽ വിമാനമിറങ്ങിയത്. പിന്നീട് റോഡ് ഷോ നടത്തി ക്ഷേത്ര നഗരിയിൽ എത്തി. അവിടെ സപ്തർഷി ക്ഷേത്രത്തിലും അന്നപൂർണ ക്ഷേത്രത്തിലും ഒക്കെ തന്നെ സന്ദർശനം നടത്തിയ ശേഷമാണ് രാമക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത്. പ്രധാനമന്ത്രിക്കൊപ്പം മോഹൻ ഭഗവതും ചേർന്നു. പിന്നീട് ഇരുവരും ഒരുമിച്ചാണ് പ്രാർത്ഥനയും മറ്റ് ചടങ്ങുകളും ആരംഭിച്ചത്. 8000 പേർക്കാണ് ഇവിടെ പങ്കെടുക്കുവാൻ അനുമതി നൽകിയിരിക്കുന്നത്. നാളെ മുതലാകും ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുക. ചെങ്കോട്ട സ്ഫോടനം ഒക്കെ ആയിട്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള സുരക്ഷ ആണിപ്പോൾ അയോധ്യയിൽ ഉള്ളത്. അതിനാൽ തന്നെ വളരെ സുരക്ഷാ മേഖലയായിട്ട് തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതോടെ രാമക്ഷേത്ര സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ്. കോഴിക്കോട് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ NCC, RSS, സ്കൗട്ട് തുടങ്ങിയ വിഭാഗങ്ങളിലെ കുട്ടികളെ വിട്ടു നൽകണമെന്ന് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകി തഹസിൽദാർ. അല്പം അസാധാരണകരമായ ഒരു നീക്കമാണ്. FIRമായി ബന്ധപ്പെട്ട് കോളേജ് വിദ്യാർത്ഥികളുടെ സേവനം ഉപയോഗിക്കാം എന്നൊരു തീരുമാനം നേരത്തെ എടുത്തിരുന്നു. പക്ഷേ സ്കൂൾ വിദ്യാർത്ഥികളെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു നിർദ്ദേശമാണ് കോഴിക്കോട് തഹസിൽദാർ ഇപ്പോൾ സ്കൂളുകളിലേക്ക് നൽകിയിരിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇത് എത്രമാത്രം ചെയ്യാൻ കഴിയും? മറ്റൊന്ന്, ക്രിസ്മസ് പരീക്ഷ അടുത്തു വരുന്ന സമയമാണ്. ഇപ്പോൾ അധ്യാപകരും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കുട്ടികളുടെ പേര് അധ്യാപകർക്ക് മാതാപിതാക്കളുടെ അനുവാദം കൂടാതെ നൽകാൻ സാധിക്കില്ല. ഒപ്പം ജില്ലാ കളക്ടറിന്റെയും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും അറിവോടെയാണോ ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിലും ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ന്യൂസ് ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.